ഉടമസ്ഥത എന്നത് നമ്മുടെ ജീവിതത്തിൽ നിരന്തരം കടന്നു വരുന്ന ഒരാശയമാണ്. ഒരു വീടിൻ്റെ ഉടമസ്ഥൻ, ഒരു കാറിൻ്റെ ഉടമസ്ഥൻ, പല വസ്തുക്കളുടെയും ഉടമസ്ഥത, ഈ കാര്യങ്ങളൊക്കെ നിരന്തരമായിട്ട് നമ്മൾ സംസാരിക്കുന്നതാണ്. എന്നാൽ നിയമപരമായി എന്താണ് ഈ ഉടമസ്ഥത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് കണ്ടു നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രൊഫസർ ആർ കെ ബിജു, ആർ കെ ബീസ് ലീഗൽ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഉടമസ്ഥത എന്ന കോൺസെപ്റ്റ്, ദ കോൺസെപ്റ്റ് ഓഫ് ഓണർഷിപ്പ്, അത് നിയമത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സങ്കീർണമായ ആശയങ്ങളിൽ ഒന്നാണ്. നിർവചിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള, എന്നാൽ മനസ്സിലാക്കാൻ താരതമ്യേന എളുപ്പമുള്ള ഒരു ആശയമാണ് ഓണർഷിപ്പ്. ഓണർഷിപ്പിനെ വ്യത്യസ്ത തരത്തിൽ വ്യത്യസ്ത നിയമജ്ഞർ, നിയമവിദഗ്ധർ, ജൂറിസ്റ്റുകൾ നിർവചിച്ചിട്ടുണ്ട്. ആ നിർവചനങ്ങളെല്ലാം ഇവിടെ പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ സാമാന്യമായി എല്ലാവരും അംഗീകരിക്കുന്ന ചില വസ്തുതകളുണ്ട്. ഒന്ന്, ഉടമസ്ഥാവകാശം എന്ന് പറയുന്നത് ഒരു വസ്തുവിനെ സംബന്ധിച്ച് നമുക്ക് കൺസീവ് ചെയ്യാൻ കഴിയുന്ന, നമുക്ക് സങ്കല്പിക്കാനാവുന്ന ഏറ്റവും വലിയ കോംപ്രിഹെൻസീവായ റൈറ്റാണ്. ഒരു വസ്തുവിൻ്റെ ഉപയോഗത്തിലൂടെ നമുക്ക് നേടാനാവുന്ന എല്ലാ അവകാശങ്ങളുടെയും ആകത്തുകയാണ് ഈ ഓണർഷിപ്പ് എന്ന റൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു, സാൽമണ്ട് പറഞ്ഞത് ഒരു റൈറ്റിനെ മാത്രമേ നമുക്ക് ഓൺ ചെയ്യാൻ കഴിയുള്ളൂ. വാട്ട് ക്യാൻ ബി ഓൺഡ് ഈസ് ഓൾവേസ് എ റൈറ്റ്. സോ ഒരു റൈറ്റിന് നിർബന്ധമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് അതിൻ്റെ ഒരു ഓണർ എന്നുള്ളതാണ്. ഒന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ഓണർ ഓഫ് ദ റൈറ്റ് എന്നുള്ളതാണ്. ഈ കോൺസെപ്റ്റ്സൊക്കെ മുൻ വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത്, ഇത്തരത്തിൽ ഒരു റൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഓണർഷിപ്പ് ഓഫ് ദ റൈറ്റ് എന്നുള്ളത്. ദർ ഷുഡ് ബി എ പേഴ്സൺ ഹു ഈസ് ദ ഓണർ ഓഫ് ദ റൈറ്റ്. ആ റൈറ്റ് ഓൺ ചെയ്യുന്ന ഒരാളുണ്ടാവണം. വാട്ട് ക്യാൻ ബി ഓൺഡ് ഈസ് ഓൾവേസ് എ റൈറ്റ്. റൈറ്റാണ് എല്ലായ്പ്പോഴും ഓൺ ചെയ്യുന്നത് എന്നുള്ള ഒരു സങ്കല്പം സാൽമണ്ട്, പ്രശസ്ത ജൂറിസ്റ്റ് സാൽമണ്ട് അവതരിപ്പിച്ചിരുന്നു. എന്നാൽ ഇതിനോട് ചില വിയോജിപ്പുകളൊക്കെ മറ്റ് ചില ജൂറിസ്റ്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വസ്തുവാണ്, ഒരു ടാഞ്ചിബിൾ ഓബ്ജക്റ്റാണ്, ഒരു തിങ് ആണ് നമ്മൾ ഓൺ ചെയ്യുന്നത് എന്നുള്ള തരത്തിലുള്ള കാഴ്ചപ്പാടുകളുമുണ്ട്. യഥാർത്ഥത്തിൽ സാൽമണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഒരു കാറ് ഓൺ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, നമ്മളൊരു വീട് ഓൺ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ശരിക്ക് മനസ്സിലാക്കുന്നത്? ആ വീടിനെ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാനുള്ള, നിയമപരമായ മാർഗങ്ങളിൽ അനുവദനീയമായ രീതിയിൽ ഉപയോഗിക്കാനുള്ള മുഴുവൻ അവകാശവുമുള്ള ഒരാളെയാണ് അതിൻ്റെ ഓണർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ചെറിയ പ്രശ്നമുള്ളത്, ഈ ഓണർഷിപ്പിനുള്ളിലുള്ള, ഓണർഷിപ്പ് ഈസ് എ ബണ്ടിൽ ഓഫ് റൈറ്റ്സ്. ആ ബണ്ടിൽ ഓഫ് റൈറ്റ്സിനുള്ളിൽ സ്മോളർ റൈറ്റുകൾ പലതുണ്ട്. ഉദാഹരണത്തിന് അത് പൊസസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, അത് എൻജോയ് ചെയ്യാനുള്ള, അത് അനുഭവിക്കാനുള്ള, ആസ്വദിക്കാനുള്ള റൈറ്റ് ഉണ്ട്, അതിനെ വിൽക്കാനുള്ള, ലീനേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. വ്യത്യസ്ത തരത്തിലുള്ള റൈറ്റുകൾ അതിനുള്ളിലുണ്ട്. എന്നാൽ ഈ റൈറ്റുകളൊക്കെ നമ്മൾ വ്യത്യസ്ത ആൾക്കാർക്ക് ഫ്രാഗ്മെൻ്ററി റൈറ്റുകൾ എന്നുള്ള നിലയ്ക്ക് കൊടുക്കുന്നു എന്ന് കരുതുക. ഉദാഹരണത്തിന്, എൻ്റെ വീടിൻ്റെ ഉടമസ്ഥാവകാശം എനിക്ക് നിൽക്കെ തന്നെ ഞാൻ അതിൻ്റെ പൊസഷൻ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുന്നു, കൈവശാവകാശം മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുന്നു. ആ ട്രാൻസാക്ഷന് പറയുന്ന പേരാണ് ലീസ് അഥവാ വാടക എന്നൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ വാടകയ്ക്ക് കൊടുക്കുന്നു, അതോടെ പൊസഷൻ എൻ്റെ കയ്യിൽ നിന്ന് പോയി. അതേപോലെ തന്നെ ഞാൻ വിൽപ്പനാവകാശം മാറ്റിവെച്ചുകൊണ്ട് അതിനെ പണയം വെക്കുന്നു, വിൽക്കാൻ കഴിയില്ല എന്നുള്ള നിലയ്ക്കോ, അല്ലെങ്കിൽ മറ്റു വിൽപ്പനാവകാശത്തിനെ ഞാൻ കുറച്ച് മറ്റൊരാൾക്ക്, ഈ തരത്തിൽ എനിക്ക് സെൽഫ് ഇമ്പോസ്ഡായോ മറ്റു വിധത്തിലോ എൻ്റെ ഓണർഷിപ്പ് റൈറ്റിന് മേൽ ലിമിറ്റേഷൻസ്, റെസ്ട്രിക്ഷൻസ് വന്നാലും ഓണർഷിപ്പ് എൻ്റെ കയ്യിൽ തന്നെ നിൽക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഓണർഷിപ്പ് എന്ന് പറയുന്ന റൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അത് കുറേ സ്മോളർ റൈറ്റുകളുടെ ഒരു ബണ്ടിലാണെങ്കിലും ആ സ്മോളർ റൈറ്റുകളെല്ലാം എടുത്തു മാറ്റിയാലും ഈ ഓണർഷിപ്പ് നിലനിൽക്കും.
അപ്പോൾ ഈ ബണ്ടിലിനെ സൂചിപ്പിക്കുന്ന, ആ ബണ്ടിലിൻ്റെ കെട്ടിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ ഓണർഷിപ്പ് എന്നതാണ് ഡെഫിനേഷനുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ളൊരു കാര്യം. അതൊരു റെസിജ്വറി റൈറ്റ് ആണ് എന്ന് പറയാം. എല്ലാ റൈറ്റുകളും അതിലെ സ്മോൾ റൈറ്റുകളെല്ലാം എടുത്തു മാറ്റിയാലും ഈ റെസിജ്വറി റൈറ്റ് ഓണർഷിപ്പ് അവിടെ നിൽക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏറ്റവും കോംപ്രിഹെൻസീവായ, ഏറ്റവും വിശാലമായ, ഏറ്റവും വിപുലമായ തരത്തിൽ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് സങ്കല്പിക്കാനാവുന്ന ഏറ്റവും വലിയ റൈറ്റാണ് ഓണർഷിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡിഫൈൻ ചെയ്യുന്നതിനേക്കാളും നമുക്ക് മനസ്സിലാക്കുന്നതാണ് എളുപ്പം. മനസ്സിലാക്കാൻ ഏതാണ്ട് എളുപ്പമാണ്, ഡിഫൈൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ ഓണർഷിപ്പിനെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു കാര്യം ആദ്യം തന്നെ സൂചിപ്പിക്കണം, നമ്മൾ ഡിസ്റ്റിങ്ഷൻ കാണേണ്ടതുണ്ട്. ഓണർഷിപ്പ് ഓഫ് റൈറ്റും റൈറ്റ് ഓഫ് ഓണർഷിപ്പും തമ്മിൽ ആദ്യം ഒന്ന് നമ്മൾ വേർതിരിക്കണം. റൈറ്റ് ഓഫ് ഓണർഷിപ്പും ഓണർഷിപ്പ് ഓഫ് റൈറ്റും. ഓണർഷിപ്പ് ഓഫ് റൈറ്റ് എന്ന് പറയുമ്പോൾ അത് സാൽമണ്ട് സൂചിപ്പിച്ചതുപോലെ എല്ലാ റൈറ്റിനും ഒരു ഓണർഷിപ്പ് വേണം. അത് പ്രൊപ്പറേറ്ററി റൈറ്റ് ആയാലും പേഴ്സണൽ റൈറ്റ് ആയാലും ഏത് തരത്തിലുള്ള റൈറ്റ് ആയാലും, റൈറ്റ് ഇൻ റം ആയാലും റൈറ്റ് ഇൻ പേഴ്സണം ആയാലും, റൈറ്റിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ച് മുൻപൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ തരത്തിൽ എല്ലാ തരത്തിലുള്ള റൈറ്റുകൾക്കും ഒരു ഓണർ ഉണ്ടാവണം. സോ ഓണർഷിപ്പ് ഓഫ് റൈറ്റ് എന്ന് പറയുന്നത് ഒരു കാര്യമാണ്. നമ്മൾ ഇന്നിപ്പോൾ സംസാരിക്കുന്നത് ഓണർഷിപ്പ് ഓഫ് റൈറ്റിനെ കുറിച്ചല്ല, റൈറ്റ് ഓഫ് ഓണർഷിപ്പിനെ കുറിച്ചാണ്. ഈ വ്യത്യാസം ആദ്യം തന്നെ മനസ്സിൽ കരുതണം. ഓണർഷിപ്പ് ഓഫ് റൈറ്റ് എന്ന നിലയിൽ എല്ലാ റൈറ്റുകൾക്കും ഓണർഷിപ്പ് ഉണ്ടാവേണ്ടതുണ്ട്. അത് ഉദ്ദേശിക്കുന്നത് ഹൂ ഈസ് ദ ഓണർ ഓർ ഹോൾഡർ ഓഫ് ദ റൈറ്റ് എന്നുള്ളതാണ്. ദാറ്റ് ഷുഡ് ബി എ പേഴ്സൺ. ഒരു പേഴ്സണ് മാത്രമേ ആ റൈറ്റ് ഓൺ ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ ലീഗലോ നാച്ചുറലോ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും എല്ലായ്പ്പോഴും ഏത് റൈറ്റിൻ്റെയും ഓണർ അല്ലെങ്കിൽ ഹോൾഡർ. എന്നാൽ റൈറ്റ് ഓഫ് ഓണർഷിപ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോഴോ, റൈറ്റ് ഓഫ് ഓണർഷിപ്പ് സാമാന്യ നിലയ്ക്ക് അതൊരു വസ്തുവുമായി ടാഞ്ചിബിളോ ഇൻടാഞ്ചിബിളോ ആയിട്ടുള്ള ഏതെങ്കിലും കാര്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ റൈറ്റ് ഓഫ് ഓണർഷിപ്പ് എന്ന് പറയുന്നത്. റൈറ്റ് ഓഫ് ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ബണ്ടിൽ ഓഫ് റൈറ്റ്സ് ആണ്. റൈറ്റ് ഓഫ് ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ബണ്ടിൽ ഓഫ് റൈറ്റ്സ് ആണ്. അതിനുള്ളിൽ ഫ്രാഗ്മെൻ്ററി റൈറ്റുകൾ ഉണ്ട്. ഇതിനെ സാധാരണ ജൂറിസ്റ്റുകൾ തന്നെ സൂചിപ്പിച്ചിട്ടൊരു ചൂല് പോലെ പറയാം എന്നാണ്. അതിൽ ഈർക്കിലികൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അതിനെ കെട്ടുന്നു. ആ കെട്ടിന് പറയുന്ന പേരാണ് ഓണർഷിപ്പ്. അതിനുള്ളിലുള്ള ഈർക്കിലി ചൂലിനെ നമ്മൾ മനസ്സിൽ കാണുക. കുറേ ഈർക്കിലികൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അതിനെ കെട്ടുന്നു. ഈ ഈർക്കിലികളെല്ലാം ഊരിയാൽ അവസാനം ഈ കെട്ട് നിൽക്കും. ആ കെട്ടാണ് ഓണർഷിപ്പ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിനെ ഇങ്ങനെ മാത്രമേ അത് പറയാനും പറ്റുള്ളൂ. ഇത് ഞാൻ ഉണ്ടാക്കിയ ഇല്ലസ്ട്രേഷൻ അല്ല, നിലവിലുള്ള ഒരു ഇല്ലസ്ട്രേഷനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് അത്തരത്തിൽ ആ കെട്ട്, അതിനെയാണ് ഓണർഷിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ട് തരത്തിലുള്ള ഓണർഷിപ്പ് ഈ വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പോൾ ഞാൻ ഈ സൂചിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കാണാൻ പറ്റും. കോർപ്പോറിയൽ ഓണർഷിപ്പും ഇൻകോർപ്പോറിയൽ ഓണർഷിപ്പും. ടാഞ്ചിബിളായ ഏതെങ്കിലും ഫിസിക്കൽ ഓബ്ജക്റ്റിന് മേലുള്ള ഓണർഷിപ്പ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ കോർപ്പോറിയൽ ഓണർഷിപ്പ് എന്ന് പറയാം. ഒരു വസ്തുവിൻ്റെ മേലുള്ള ഓണർഷിപ്പ്, കാറിൻ്റെ ഓണർഷിപ്പ്, വീടിൻ്റെ ഓണർഷിപ്പ്, പിന്നെ ആഭരണത്തിൻ്റെ ഓണർഷിപ്പ്, മറ്റെന്തെങ്കിലും കാര്യങ്ങളുടെ പെന്നിൻ്റെ ഓണർഷിപ്പ്, പുസ്തകത്തിൻ്റെ ഓണർഷിപ്പ്, ലാപ്ടോപ്പിൻ്റെ ഓണർഷിപ്പ്, ഇങ്ങനെ വ്യത്യസ്ത വസ്തുക്കളുടെ മേലുള്ള നമ്മളുടെ ഓണർഷിപ്പ് എന്നുള്ളതാണ് കോർപ്പോറിയൽ ഓണർഷിപ്പ് എന്ന് പറയും. എന്നാൽ തൊടാൻ പറ്റാത്ത ചില റൈറ്റുകളുടെ ഓണർഷിപ്പ് ഉണ്ട്. ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഓബ്ജക്ട്സിൻ്റെ റൈറ്റ്സിൻ്റെ ഓണർഷിപ്പ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഇൻകോർപ്പോറിയൽ ഓണർഷിപ്പ് എന്ന് പറയാം. ഉദാഹരണത്തിന് എൻ്റെ പേറ്റൻറ്റ് റൈറ്റ് എൻ്റെ ഓണർഷിപ്പിലുള്ളതാണ്. എനിക്കൊരു പേറ്റൻ്റ് ഉണ്ട്, എനിക്ക് കോപ്പി റൈറ്റ് ഉണ്ട്. ഇതൊക്കെ തന്നെ നമുക്ക് തൊടാൻ പറ്റാത്ത ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റുകളാണ്. ആ റൈറ്റുകളൊക്കെ ഇൻടാഞ്ചിബിൾ റൈറ്റുകളാണ്. ഇൻടാഞ്ചിബിൾ റൈറ്റുകളുടെ ഓണർഷിപ്പ് നമുക്കുണ്ടാവാൻ പറ്റും. അതിനെ സംബന്ധിച്ചും വ്യത്യസ്ത തരത്തിലുള്ള ഈ അവകാശങ്ങൾ നമുക്കുണ്ട്. എന്തൊക്കെ തരത്തിലുള്ള അവകാശങ്ങളാണ് ഒരു ഓണർഷിപ്പ് എന്ന് പറയുന്ന വലിയ അവകാശത്തിനുള്ളിൽ ഉൾപ്പെട്ടിട്ടുള്ളത്? വലിയ അവകാശം, ഓണർഷിപ്പ് എന്ന് പറയുന്നത് വിശാലമായ, ഏറ്റവും കോംപ്രിഹെൻസീവായ, ഒരു റൈറ്റിനെ സംബന്ധിച്ച് ആലോചിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ റൈറ്റാണ്. ഒരു വസ്തുവിനെ സംബന്ധിച്ച് അത് കോർപ്പോറിയൽ ഓണർഷിപ്പ് ആയാലും ഇൻകോർപ്പോറിയൽ ഓണർഷിപ്പ് ആയാലും നമുക്ക് ആലോചിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ റൈറ്റാണ് റൈറ്റ് ഓഫ് ഓണർഷിപ്പ് എന്ന് പറയുന്നത്. ആ റൈറ്റ് ഓഫ് ഓണർഷിപ്പിന് ഉള്ളിൽ വരാവുന്ന വളരെ പ്രധാനപ്പെട്ട ചില റൈറ്റുകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് റൈറ്റ് ടു യൂസ് ആണ്, റൈറ്റ് ഓഫ് യൂസർ.
ഓസ്റ്റിൻ അതിനെക്കുറിച്ച് പറഞ്ഞത് ഇൻഡെഫിനിറ്റ് ഇൻ പോയിന്റ് ഓഫ് യൂസർ എന്നാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു വസ്തുവിൻ്റെ ഓണർഷിപ്പ് ഉണ്ടായാൽ അത് ഉപയോഗിക്കുന്നതിന് യാതൊരുവിധ തടസ്സങ്ങളും റെസ്ട്രിക്ഷൻസും ഇല്ല, നിയമപരമായ റെസ്ട്രിക്ഷൻസ് ഒഴികെ. അത് തെറ്റായ ആവശ്യങ്ങൾക്കോ ഇല്ലീഗലായ ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കരുത് എന്ന നിയമങ്ങൾ അനുസരിക്കണം എന്നതിനപ്പുറത്തേക്ക് അത് നിങ്ങൾക്ക് സാധ്യമായ ഏത് തരത്തിൽ ഉപയോഗിക്കുന്നതിനും യാതൊരു തടസ്സവുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കാം, ഇനി ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യാം. അപ്പോൾ ഉപയോഗിക്കാനും ഉപയോഗിക്കാതിരിക്കാനും ആ സാധനം നിങ്ങൾക്ക് ഏറ്റവും ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് ഓണറാകുമ്പോൾ. ഇപ്പോൾ പ്രധാനപ്പെട്ടൊരു പ്രശ്നം, ഈ ഓണർ വാടകയ്ക്ക് കൊടുത്ത് കിട്ടുന്ന വാടകക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടം പോലെ തോന്നിയതുപോലെ ഉപയോഗിക്കാനാവില്ല. ഓണർ ഉപയോഗിക്കുന്നത് പോലെ വാടകക്കാരന് ഉപയോഗിക്കാനാവില്ല. അയാൾക്ക് പൊസഷൻ മാത്രമേ ഉള്ളൂ. ആ പൊസഷന് ചേരുന്ന വിധത്തിൽ ഈ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ലീസ് ഡീഡിന് അനുയോജ്യമായ ചേരുന്ന വിധത്തിൽ മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. റെസ്ട്രിക്ഷൻസ് ഒരുപാടുണ്ട്. അത്തരത്തിലുള്ള യാതൊരു റെസ്ട്രിക്ഷൻസിനും ഓണറിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഓണറെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാമെന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ പൊസഷൻ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനോട് ചേർന്ന് ഓണർഷിപ്പ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതിനോട് ചേർന്ന് പൊസഷനും ഉണ്ടാവും. എന്നാൽ പൊസഷൻ വേറെ ആവുന്നതുകൊണ്ട് തകരാറൊന്നുമില്ല. അങ്ങനെ വേറെ പൊസഷൻ ഉണ്ടാവുന്നതിന് പ്രശ്നമില്ല. അപ്പോൾ പൊസഷൻ എന്ന് പറയുന്നത് അതിൻ്റെ മറ്റൊരു ഇൻസിഡൻ്റാണ്. മറ്റൊന്ന്, ഇത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ളതാണ്. ആർക്ക് വേണമെങ്കിലും കൈമാറ്റം ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഈ റൈറ്റ്, എല്ലാ റൈറ്റുകളും കൈമാറ്റം ചെയ്യാൻ പറ്റുന്നതല്ല. പേഴ്സണൽ റൈറ്റുകൾ പലതും കൈമാറ്റം ചെയ്യാൻ പറ്റുന്നതല്ല. എൻ്റെ റൈറ്റ് ടു ലൈഫ് എനിക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റുന്നതല്ല. അതേപോലെ വളരെ പ്രധാനപ്പെട്ട എൻ്റെ റൈറ്റുകൾ കൈമാറ്റം ചെയ്യാൻ പറ്റാത്തതാണ്. എന്നാൽ ഈ റൈറ്റ് ഓണർഷിപ്പ് എന്ന് പറയുന്ന റൈറ്റ് ഓഫ് ഓണർഷിപ്പ് എന്ന് പറയുന്ന റൈറ്റ് നമുക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റുന്നതാണ് നിയമപരമായ മാർഗത്തിലൂടെ. നമുക്ക് ഈ റൈറ്റ് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുന്നതാണ്, നമുക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റുന്നതാണ്. ആ കാര്യം, ആ സബ്ജക്റ്റ് മാറ്റർ അത് നഷ്ടപ്പെട്ട് കഴിയുന്നതോടുകൂടി, അല്ലെങ്കിൽ നമ്മൾ നശിപ്പിച്ച് കളയുന്നതോടുകൂടി ആ റൈറ്റും നശിപ്പിക്കുന്നതിന് നിയമപരമായ തടസ്സമില്ലെങ്കിൽ നമുക്കത് ചെയ്യുന്നതിനും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അത്തരത്തിൽ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോകുന്നതിലൂടെ ആ റൈറ്റ് തീരുന്നതാണ്. സബ്ജക്റ്റ് മാറ്റർ കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഐസ്ക്രീം ആണെങ്കിൽ അത് കുടിച്ച് തീരുന്നതോടുകൂടി അതിൻ്റെ ഓണർഷിപ്പ് പോകും. അപ്പോൾ അത് എക്സോസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, നമുക്ക് ഉപയോഗിച്ച് തീർക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓണറാണെങ്കിൽ അത് ഉപയോഗിച്ച് തീർക്കാം, ഇനി ഉപയോഗിക്കാതെ തന്നെ നശിപ്പിക്കാം, മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അത് കൈവശം വെച്ച് ആസ്വദിക്കാം, ഏതൊക്കെ തരത്തിലാണോ അത് ആസ്വദിക്കാൻ കഴിയുന്നത് അത്തരത്തിലെല്ലാം ആസ്വദിക്കാം. ഇങ്ങനെയുള്ള വ്യത്യസ്ത റൈറ്റുകളുടെ ഒരു ബണ്ടിലാണ് ഈ പറയുന്ന ഓണർഷിപ്പ്. ഈ ഓണർഷിപ്പ് റൈറ്റിനുള്ളിൽ ചെറിയ റൈറ്റുകൾ വേറെ ഉണ്ടാവും എന്നുള്ളതാണ് കാര്യം. ഈ ഓണർഷിപ്പ് റൈറ്റിനകത്തുനിന്ന് ഈ ഓരോ ഒരു റൈറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ ചൂലിൻ്റെ ഉദാഹരണത്തിൽ ഒരു ഈർക്കിലി എടുത്ത് മാറ്റിയതുകൊണ്ട് ചൂലിന് കുഴപ്പമൊന്നുമില്ല, 2 എടുത്ത് മാറ്റിയതുകൊണ്ടും കുഴപ്പമില്ല. മുഴുവൻ ഈർക്കിലി എടുത്ത് മാറ്റിയാൽ ആ കെട്ട അവിടെ നിൽക്കും. ആ കെട്ടാണ് യഥാർത്ഥത്തിൽ ഈ കാര്യം. അപ്പോൾ അവിടം വരെ ആ കെട്ടഴിച്ച് കളഞ്ഞ് നമ്മൾ കളയുന്നതോടുകൂടി അതില്ലാതായപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നിങ്ങൾ അതിനെ ഡിസ്ട്രോയ് ചെയ്തു. ഈ കോൺസെപ്റ്റ് ഓഫ് ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഈ നിലയ്ക്ക് വളർന്നു വന്നതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻ്റ് ഉണ്ട്. ഇത് മനുഷ്യൻ്റെ ആദ്യകാല ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ഓണർഷിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നില്ല. റോസ്കോ പൗണ്ട് നമ്മളുടെ ചരിത്രത്തെ ലീഗൽ ഹിസ്റ്ററിയെ 5 ഘട്ടങ്ങളായി തിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ ഘട്ടം, ആ പ്രിമിറ്റീവ് കാലഘട്ടത്തിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അന്നത്തെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കാട്ടിൽ നിന്ന് ലഭിക്കുന്ന പഴങ്ങളും അതുപോലെ തന്നെ വേട്ടയാടി കിട്ടുന്ന മൃഗങ്ങളെയും ഗോത്രങ്ങൾ എന്നുള്ള രൂപത്തിൽ നായാടി ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന ഒരു പ്രാകൃത സമൂഹത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ നമ്മളുടെ മനുഷ്യൻ്റെ ആവശ്യത്തിനേക്കാളേറെ വിഭവങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലമാണ് ആദ്യ കാലഘട്ടം, പ്രിമിറ്റീവ് കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഓണർഷിപ്പ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റേ ഇല്ല. എന്നാൽ ഓണർഷിപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൻ്റെ ഇൻസിഡൻ്റാണ് പൊസഷൻ എന്ന് നമ്മൾ തൊട്ടു മുൻപ് പറഞ്ഞെങ്കിലും യഥാർത്ഥത്തിൽ ഹിസ്റ്റോറിക്കലായി ആദ്യമുണ്ടായത് പൊസഷനാണ്, പിന്നീടാണ് ഓണർഷിപ്പ് ഉണ്ടായത്. അപ്പോൾ പൊസഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ് ആദ്യം മനുഷ്യ സമൂഹം റെക്കഗ്നൈസ് ചെയ്തത്. പിന്നീടാണ് അത് ഓണർഷിപ്പ് എന്ന നിലയിലേക്ക് നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നതും വളരെ പിന്നീടാണ് അതിനെ ഒരു ലീഗൽ കോൺസെപ്റ്റായി നമ്മൾ മനസ്സിലാക്കുന്നതും ഡിഫൈൻ ചെയ്യുന്നതും.
അപ്പോൾ പൊസഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഈ പ്രിമിറ്റീവ് സ്റ്റേജിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ് വരുന്നത്. എൻ്റേത്, നിൻ്റേത്, മൈൻ, തൈൻ എന്ന തരത്തിലുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ ഈ കിട്ടിയ വസ്തുക്കളിൽ ഞാൻ പിടിച്ചത് എൻ്റേത്, ഞാൻ പറിച്ച പഴം എൻ്റേത് എന്ന രൂപത്തിലേക്ക് എൻ്റേത്, നിൻ്റേത് എന്ന് തിരിച്ചറിയുകയും ചിലതൊക്കെ കൂട്ടിവെക്കുകയും നാളത്തേക്ക് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിൽ പൊസഷൻ ആദ്യം റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നീട് ഈ പ്രിമിറ്റീവ് സ്റ്റേജിൽ നിന്ന് ഫ്യൂഡൽ കാലഘട്ടത്തിലേക്ക് മാറുന്ന സ്റ്റേജ്, ഇത് സർ ഹെൻറി മെയിൻ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഏൻഷ്യൻ്റ് ലോയിൽ. അപ്പോൾ പറഞ്ഞു വരുന്നത് ഏൻഷ്യൻ്റ് ലോ സർ ഹെൻറി മെയിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വർക്കാണ്, നിയമത്തെക്കുറിച്ച് അറിയുന്നവർക്കറിയാം. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള ഈ ഡെവലപ്മെൻ്റൊക്കെ കൃത്യമായി അനലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പൊസഷൻ പിന്നീട് ഓണർഷിപ്പ് എന്ന കോൺസെപ്റ്റിലേക്ക് ഡെവലപ്പ് ചെയ്ത് വരികയാണ് ചെയ്തത്. അപ്പോൾ റോമൻ ലോയിലാണ് ഇത് പ്രധാനമായിട്ടും ആദ്യമായി ഡെവലപ്പ് ചെയ്യുന്നത്. റോമൻ ലോയിൽ ഡൊമിനിയൻ എന്നും പൊസഷ്യോ എന്നും രണ്ട് കോൺസെപ്റ്റ് ഉണ്ട്. ഈ പൊസഷ്യോ എന്ന് പറയുന്നത് കൺട്രോൾ ഓവർ ദി തിങ്, ഒരു വസ്തുവിന് മേൽ എനിക്ക് കൺട്രോൾ ഉണ്ടാവുന്ന അവസ്ഥയെയാണ്, എനിക്ക് പൂർണ്ണമായ കൺട്രോൾ ഉണ്ടാവുന്ന ഒരവസ്ഥയെയാണ് റോമൻ ലോയിൽ പൊസഷ്യോ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. എന്നാൽ ഡൊമിനിയൻ എന്ന് പറയുന്നത് കൺട്രോളിനപ്പുറത്തേക്ക് അതിൻ്റെ അബ്സൊല്യൂട്ട് ഓണർഷിപ്പ് എന്ന് നമ്മൾ ഇംഗ്ലീഷ് ലോയിൽ വിളിക്കുന്ന അബ്സൊല്യൂട്ട് ഓണർഷിപ്പിലേക്ക് വരികയാണ്. അതാണ് ഡൊമിനിയൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ വിചാരിക്കുന്നത് ഈ പൊസഷൻ എന്ന കോൺസെപ്റ്റിൽ നിന്ന് ഗ്രാജുവലായി ഹിസ്റ്റോറിക്കലായി ഡെവലപ്പ് ചെയ്ത് വന്നതാണ് ഈ ഓണർഷിപ്പ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഈ ഓണർഷിപ്പിൻ്റെ സബ്ജക്റ്റ് മാറ്റർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് ഒരു റൈറ്റ് എന്നുള്ള നിലയ്ക്ക് വിശാലമായ അർത്ഥത്തിലും ഒരു മെറ്റീരിയൽ തിങ്, ഓബ്ജക്റ്റ് എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ പരിമിതമായ പ്രാക്ടിക്കൽ അർത്ഥത്തിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ട് തരത്തിലുള്ള ഡെഫിനിഷൻസും ഉണ്ട്. അടുത്ത ഒരു പ്രശ്നം, ഈ ഓണർഷിപ്പ് റൈറ്റ് ഓഫ് ഓണർഷിപ്പ് എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ് നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റുക, നമുക്ക് എങ്ങനെയൊക്കെയാണ് ഉടമസ്ഥാവകാശം ലഭ്യമാവുക. പ്രാഥമികമായും രണ്ട് തരത്തിലാണ് ഉടമസ്ഥാവകാശം ലഭ്യമാവുക. ഒന്ന് ഒറിജിനൽ ഓണർഷിപ്പും, രണ്ട് ഡെറിവേറ്റീവ് ഓണർഷിപ്പും. ഒറിജിനൽ ഓണർഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഓണറായി മാറുകയാണ്. എന്നാൽ ഡെറിവേറ്റീവ് ഓണർഷിപ്പ് എന്ന് പറയുന്നത് മറ്റാരുടെയോ കയ്യിലുണ്ടായിരുന്ന ഓണർഷിപ്പ് ഒരു ട്രാൻസാക്ഷനിലൂടെ നമ്മളുടേതായി മാറുകയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മൾ ആ ഓണർഷിപ്പ് റൈറ്റ് ഡിറൈവ് ചെയ്തെടുക്കുകയാണ്, മറ്റൊരാളിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുകയാണ്, പകർന്നു കിട്ടുകയാണ്. അപ്പോൾ മുൻപൊരാളിലുള്ള ഓണർഷിപ്പ് റൈറ്റ് നമുക്ക് പകർന്നു കിട്ടുന്നതിനെയാണ് ഡെറിവേറ്റീവ് ഓണർഷിപ്പ് എന്ന് പറയാം. എന്നാൽ ഒറിജിനൽ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ആ വസ്തുവിനെ സംബന്ധിച്ചിടത്തോളമുള്ള ആദ്യത്തെ ഓണർഷിപ്പാണ്. ഉദാഹരണത്തിന് ഇത് മൂന്ന് വിധത്തിൽ വരാം. ഉദാഹരണത്തിന് റെസ് നള്ളിയസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റെസ് നള്ളിയസ് എന്ന് പറഞ്ഞാൽ നോ മാൻസ് പ്രോപ്പർട്ടി, ഓണർലെസ് പ്രോപ്പർട്ടി എന്നാണ്. ഓണർലെസ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആദ്യമായി കൈവശപ്പെടുത്തുന്ന ആൾക്കാണ് അതിൻ്റെ ഓണർഷിപ്പ് വരുന്നത്. ഉദാഹരണത്തിന് കടലിൽ നിന്ന് മീൻ പിടിക്കുന്ന ആൾ, അപ്പോൾ ആദ്യമായിട്ട് ആ മീനിനെ പിടിച്ച ആൾക്കാണ് അതിൻ്റെ ഓണർഷിപ്പ്. കാട്ടിൽ നിന്ന് പൂ പെറുക്കുന്ന പൂക്കാരിക്കുട്ടി, ആദ്യമായി പൂ എടുക്കുന്നത് ആരോ അവർക്കാണ്. അപ്പോൾ അങ്ങനെ ആരുടേതുമല്ലാത്ത മൈനിങ് ആദ്യമായി ഖനനം ചെയ്തെടുക്കുമ്പോൾ അത് അവരുടേതാവും. അങ്ങനെ ആദ്യമായി റെസ് നള്ളിയസ്, ആ സാധനം ആദ്യമായി കൈവശപ്പെടുത്തി അവകാശത്തിലേക്ക് വരുന്ന ആളെയാണ് നമ്മൾ റെസ് നള്ളിയസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, റെസ് നള്ളിയസിൻ്റെ ഓണർ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഈ തരത്തിൽ ഓണർഷിപ്പ് നേടുമ്പോൾ മുൻപൊരു ഓണർ ഇല്ല, നമ്മളാണ് അതിൻ്റെ ആദ്യത്തെ ഓണർ. ഇനി നമ്മളതൊരാൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ഡെറിവേറ്റീവ് ഓണർഷിപ്പ് കിട്ടും. ഇതാണ് ഓണർഷിപ്പിൻ്റെ ഒരു അക്വിസിഷൻ്റെ ഒരു മാർഗം. അപ്പോൾ റെസ് നള്ളിയസ് ആയിട്ടുള്ള നോമാൻസ് പ്രോപ്പർട്ടി എന്നുള്ള നിലയ്ക്ക് നിലനിൽക്കുന്ന ഒരു പ്രോപ്പർട്ടി നമുക്ക് കൈവശപ്പെടുത്തിക്കൊണ്ട് പൊസഷനിൽ എടുത്തുകൊണ്ട് നമുക്ക് ഓണറാവാൻ പറ്റും. രണ്ടാമത്തെ ഒരു കാര്യം, ഇതേപോലെ തന്നെ പൊസഷൻ നമുക്ക് കിട്ടുന്നത് അഡ്വേഴ്സ് പൊസഷനിലൂടെയാണ്. അഡ്വേഴ്സ് പൊസഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ പ്രോപ്പർട്ടിയിൽ നമ്മൾ വളരെ ദീർഘകാലം നിയമം അനുശാസിക്കുന്നിടത്തോളം കാലം അത് കൈവശം വെച്ചുകൊണ്ടിരുന്നാൽ ഈ കൈവശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ടൈറ്റിൽ വന്നു ചേരുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. ടൈറ്റിൽ പുതുതായി നമുക്ക് ഉണ്ടായി വരികയാണ് അവിടെയും. അങ്ങനെ ടൈറ്റിൽ നമുക്ക് ഉണ്ടായി വരും, നമുക്ക് എവിടെ നിന്നെങ്കിലും പകർന്നു കിട്ടുന്ന ടൈറ്റിലല്ല. ഈ ടൈറ്റിലും നമുക്ക് പുതുതായി ഉണ്ടായി ചേരുന്നതാണ് അഡ്വേഴ്സ് ആയിട്ടുള്ള ലോങ്
പൊസഷൻ കൊണ്ട്, ലോങ് ആൻഡ് കണ്ടിന്യൂസ് അൺഇൻറ്ററപ്റ്റഡ് പൊസഷൻ കൊണ്ട് ഉണ്ടാവുന്നതാണ് അഡ്വേഴ്സ് പൊസഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് അഡ്വേഴ്സ് പൊസഷനിലൂടെയും നമുക്ക് കിട്ടാൻ പറ്റും. മറ്റൊന്ന് അക്സഷനാണ്. അക്സഷൻ്റെ ഒറിജിനൽ ഓണർഷിപ്പ്, ഇപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിലുള്ള ഒരു പ്രോപ്പർട്ടിയിലേക്ക് നാച്ചുറൽ അക്സഷൻ ഉണ്ടായാൽ ആ അക്സീഡ് ചെയ്യപ്പെട്ട പ്രോപ്പർട്ടി, പുതുതായി വന്നു ചേർന്ന പ്രോപ്പർട്ടിയും നമ്മളുടേതാവും. ഉദാഹരണത്തിന് നമുക്കൊരു പശുവുണ്ട്. ആ പശു പ്രസവിച്ചുണ്ടാവുന്ന പശുക്കുട്ടി നമ്മളുടേതാണ്. പശുവിൻ്റെ ഓണർ തന്നെയാണ് പശുക്കുട്ടിയുടെ ഓണർ. അതിന് വേറെ ഓണർഷിപ്പ് വേണ്ട. ഞാനൊരു മരം നട്ടു, ഞാനൊരു ചെടി നട്ടു, ആ ചെടിയിൽ ഒരു മാവ് നട്ടു, അതിലുണ്ടാകുന്ന മാങ്ങ എൻ്റേതാണ്, മാവ് മാത്രമല്ല. അപ്പോൾ ഒരു ട്രീയിലുണ്ടാകുന്ന ഫ്രൂട്ടിൻ്റെ ഓണർഷിപ്പ് ട്രീയുടെ ഓണർക്കുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ കയ്യിലുള്ള വസ്തുവിൽ പുതുതായി വന്നു ചേരുന്ന ഒരു സാധനം, അത് ഒറിജിനൽ സാധനത്തിൻ്റെ ഓണർക്ക് തനിയെ വന്നു ചേരും. അപ്പം മരത്തിലുണ്ടാകുന്ന കായ്കൾ ആ മരത്തിൻ്റെ ഓണർക്ക് തനിയെ ലഭിക്കും. പശുവിൻ്റെ ഓണർക്ക് പശുക്കുട്ടിയുടെ ഓണർഷിപ്പും വരും. പശുവിൻ്റെ ഓണർക്ക് പാലിൻ്റെ ഓണർഷിപ്പ് വരും. അപ്പം അങ്ങനെ ഇതിനെ അക്സഷൻ എന്ന് പറയും. അപ്പോൾ ഇത്തരത്തിൽ നിലവിലുള്ള ഒരു സാധനത്തിൽ, ചിലപ്പോൾ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം കുറേ കാലം കൊണ്ട് ചിലപ്പം ഈട് വെച്ചിട്ടൊക്കെ, കായലോരത്തൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഈടുവെപ്പൊക്കെ ആയിട്ട് ചില സെൻറ്റുകൾ തന്നെ പ്രോപ്പർട്ടി വന്ന് അടിഞ്ഞു ചേരാറുണ്ട്. നേരത്തെ അളക്കുമ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ കാണും. ആ കൂടുതലുള്ളത് നിലവിൽ അതിനോട് വന്ന് ചേർന്നതാണ്. ഇതിനെ അക്സഷൻ എന്ന് പറയും. അപ്പോൾ ഈ അക്സഷനും അതിൻ്റെ ഓണർഷിപ്പിലേക്ക് പുതുതായി നമുക്ക് കിട്ടുന്നതാണ്. വേറെ എവിടെ നിന്നും വന്നതല്ല. നമ്മളാണ് അതിൻ്റെ ആദ്യത്തെ ഓണർ. ആ ഓണർഷിപ്പിന് നമുക്ക് വേറെ ടൈറ്റിലൊന്നും കാണില്ല. ഈ പറഞ്ഞ ടൈറ്റിലൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒറിജിനൽ ടൈറ്റിൽ ഉള്ളത് തന്നെ അതിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതാണ് വ്യത്യസ്ത തരത്തിൽ ഓണർഷിപ്പ് അക്വയർ ചെയ്യുന്നതിനുള്ള നിയമപരമായിട്ടുള്ള മാർഗങ്ങൾ. നമുക്കിനി കാണേണ്ട ഒരു കാര്യം വ്യത്യസ്ത തരത്തിലുള്ള ഓണർഷിപ്പുകളെ കുറിച്ചാണ്. വ്യത്യസ്ത തരത്തിലുള്ള ഓണർഷിപ്പുകൾ, അതിൽ പ്രധാനപ്പെട്ട ഒരു ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്നത് സോൾ ഓണർഷിപ്പും കോ ഓണർഷിപ്പും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. സോൾ ഓണർഷിപ്പും കോ ഓണർഷിപ്പും, അപ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് ഓൺ ചെയ്യുമ്പോൾ അതിനെ സോൾ ഓണർഷിപ്പ് എന്ന് പറയാൻ പറ്റും. എന്നാൽ കോ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഒന്നിലധികം പേര് ഒരുമിച്ച് ചേർന്ന് ഒരു പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്നതിനെയാണ് കോ ഓണർഷിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കോ ഓണർഷിപ്പ് നമ്മൾ ഇംഗ്ലീഷ് ലോയിൽ ചിലപ്പോഴൊക്കെ ജോയിൻ്റ് ഓണർഷിപ്പ് എന്നും പറയാറുണ്ട്. എന്നാൽ ജോയിൻ്റ് ഓണർഷിപ്പ് എന്ന് പറയുന്നതും കോ ഓണർഷിപ്പ് എന്ന് പറയുന്നതും യഥാർത്ഥത്തിൽ ഇന്ത്യൻ ലോയെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളാണ്. നമ്മൾ കോമൺ പാർലാൻസിൽ ഇത് രണ്ടും ഒരേ തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും അത് ഡിനോട്ട് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളെയാണ്. ജോയിൻ്റ് ഓണർഷിപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഡോക്ട്രിൻ ഓഫ് സർവൈവർഷിപ്പ് അപ്ലൈ ചെയ്യും എന്നുള്ളതാണ്. ഞാനൊരു വിശദാംശങ്ങളിലേക്ക് പോകുന്നൊരു ചെറിയ ഉദാഹരണം കൊണ്ട് സൂചിപ്പിക്കാം എന്താണ് ജോയിൻ്റ് ഓണർഷിപ്പ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. ABC 3 ആൾക്കാർ ചേർന്ന് ജോയിൻ്റ് ഓണർഷിപ്പിൽ ഒരു പ്രോപ്പർട്ടി ഓൺ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ജോയിൻ്റ് ഓണർഷിപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ജോയിൻ്റ് ഓണർഷിപ്പ് അനുസരിച്ച് ABC 3 പേര് ചേർന്ന് ഒരു പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്നു. C മരിക്കുന്നു. അങ്ങനെ മരിക്കുമ്പോൾ പ്രോപ്പർട്ടി സിയുടെ ലീഗലൈസിലേക്കല്ല പോകുന്നത്, മറിച്ച് എയ്ക്കും ബിക്കും പോകും. ബിയും കൂടി മരിക്കുന്നു, പ്രോപ്പർട്ടി എയുടേത് മാത്രമാവും. എയും മരിക്കുന്നു, പ്രോപ്പർട്ടി എയുടെ ലീഗലൈസിലേക്ക് മാത്രം പോകും. സർവൈവേഴ്സിലേക്ക് ചുരുങ്ങും. എന്ന് വെച്ചാൽ ജോയിൻ്റ് ഓണർഷിപ്പിൽ ഒരു ജോയിൻ്റ് ഓണർ മരിക്കുമ്പോൾ റിമൈനിങ് സർവൈവിങ് ജോയിൻ്റ് ഓണറിലേക്ക് ഓണർഷിപ്പ് ചുരുങ്ങും. വീണ്ടും ഒരാളൂടെ മരിക്കുമ്പോൾ സർവൈവിങ് ജോയിൻ്റ് ഓണറിലേക്ക് ചുരുങ്ങും. സോൾ സർവൈവിങ് ജോയിൻ്റ് ഓണർ, അവസാനത്തെ ഓണറെ പറയുന്ന പേര് സോൾ സർവൈവിങ് ജോയിൻ്റ് ഓണർ. അയാളും മരിക്കുമ്പോൾ അയാളുടെ ലീഗലൈസിലേക്ക് മാത്രം പ്രോപ്പർട്ടി പോകും. ഇങ്ങനെ ഒരു പെക്യൂലിയർ ടൈപ്പ് ഓഫ് ഒരു റൈറ്റാണ് ഈ ജോയിൻ്റ് ഓണർഷിപ്പ് എന്ന് പറയുന്നത്. അത് ജോയിൻ്റ് ഓണർഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്ന കാര്യമല്ല. കോ ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ABC 3 പേര് ഒരുമിച്ചൊരു പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്നു. അതിൽ 3 പേർക്കും 1/3 റൈറ്റ് വെച്ചായിരിക്കും, അതർവൈസ് നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് അതിനകത്ത് ഉണ്ടാവുക. അതിൽ C മരിക്കുമ്പോൾ സിയുടെ റൈറ്റ് സിയുടെ ലീഗലൈസിലേക്ക് പോകും. ബി മരിക്കുമ്പോൾ ബിയുടെ റൈറ്റ് ബിയുടെ ലീഗലൈസിലേക്ക് പോകും. എ മരിക്കുമ്പോൾ എയുടെ റൈറ്റ് എയുടെ ലീഗലൈസിലേക്ക് പോകും. ഈ 3 പേർക്കും എപ്പോഴും പാർട്ടീഷൻ ചെയ്ത് വേർപിരിയാനുള്ള അവകാശമുണ്ടായിരിക്കും. ജോയിൻ്റ് ഓണർഷിപ്പിൽ ആ അവകാശം ഇല്ല.
അപ്പോൾ ഇതൊക്കെയാണ് ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇത് രണ്ടും കൂടി ചേർന്ന ഒരു ഓണർഷിപ്പിൻ്റെ രീതി തന്നെയാണ് നമ്മൾ കോപാർസണറി എന്ന് വിളിക്കപ്പെടുന്നത്. ഞാൻ അതിൻ്റെയൊക്കെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഒരു കാര്യം മാത്രമേ സൂചിപ്പിച്ചിട്ടുള്ളൂ. കോ ഓണർഷിപ്പ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇന്ന് നാട്ടിൽ അറിയുന്ന ഒന്നിലധികം പേര് ഒരുമിച്ച് ചേർന്ന് പ്രോപ്പർട്ടി മേടിക്കുമ്പോൾ അവരവരുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ അനുസരിച്ച്, ക്യാപിറ്റൽ കോൺട്രിബ്യൂഷന് 3 ലക്ഷം രൂപയ്ക്ക് ഒരു സാധനം നമ്മൾ വാങ്ങുന്നു, എയും ബിയും സിയും 1 ലക്ഷം രൂപ വെച്ച് ഇടുകയാണെങ്കിൽ ആ പ്രോപ്പർട്ടിക്കകത്ത് 3 ഷെയർ അവർക്കുണ്ടാവും. എന്നാൽ പിന്നെ 2 ലക്ഷം രൂപ എ ഇട്ടു, 50,000 വെച്ചിട്ട് ബിയും സിയും ഇട്ടു. അങ്ങനെയാണെങ്കിൽ ആ നിലയ്ക്കായിരിക്കും 2 4 പിന്നെ 1/2 ഒരാൾക്ക്, 1/4 ഒരാൾക്ക്, 1/4 മറ്റേ ആൾക്ക് എന്ന രൂപത്തിലായിരിക്കും അതിൻ്റെ ഷെയർ ഉണ്ടാവുക. ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ്റെ അനുസരിച്ചായിരിക്കും പ്രോപ്പർട്ടിക്കുള്ളിലുള്ള അവരുടെ ഷെയർ ഉണ്ടാവുക. ഈ പ്രോപ്പർട്ടി വിറ്റ് കിട്ടുന്ന പ്രോപ്പർട്ടിക്കകത്തും ആ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ്റെ അനുസരിച്ചായിരിക്കും. ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് നിശ്ചയിക്കാനാവാത്ത സാഹചര്യത്തിൽ ഈക്വൽ ആയിട്ടാണ് എന്ന് ലോ കരുതും. അങ്ങനെ ചെയ്യും. ഇതിനെക്കുറിച്ചൊക്കെയുള്ള വിശദമായിട്ടുള്ള പ്രൊവിഷൻസ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് എന്ന നിയമത്തിലുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് സോൾ ഓണർഷിപ്പും അതുപോലെ തന്നെ കോ ഓണർഷിപ്പും എന്ന് പറഞ്ഞ തരത്തിൽ വ്യത്യസ്ത തരത്തിൽ ഓണർഷിപ്പ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. മറ്റൊരു കാര്യം ട്രസ്റ്റ് ഓണർഷിപ്പും ബെനഫിഷ്യൽ ഓണർഷിപ്പും. ഈ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക സങ്കല്പമാണ്, ഒരു മെക്കാനിസമാണ്. ഈ ട്രസ്റ്റിനകത്ത് ഒരു പ്രത്യേകതയുള്ളത്, ട്രസ്റ്റ് ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് ഓണർഷിപ്പ്. ട്രസ്റ്റ് പ്രോപ്പർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന് 2 ഓണർ ഉണ്ട് എന്ന് പറയാം. ട്രസ്റ്റ് പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ് ലീഗലായി ഡോക്യുമെൻ്റൊക്കെ ടൈറ്റിൽ ഡീഡൊക്കെ ഉണ്ടാവുക ട്രസ്റ്റിയുടെ പേരിലായിരിക്കും. എന്നാൽ ട്രസ്റ്റിക്ക് അത് അയാളുടെ ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാനുള്ള അവകാശം ഉണ്ടാവില്ല. ട്രസ്റ്റി വിൽ ബി ബൗണ്ട് ബൈ ദ ടേംസ് ഓഫ് ദ ട്രസ്റ്റ് ഡീഡ്. ആ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ട്രസ്റ്റ് ഡീഡ് ഉണ്ടാവും. ആ ട്രസ്റ്റ് ഡീഡിൽ പറഞ്ഞിട്ടുള്ള പ്രകാരം ഇതിൻ്റെ ബെനഫിഷ്യറീസ് ആയിട്ടുള്ള, ഇതിൻ്റെ ഉപഭോക്താക്കളായിട്ടുള്ള ആളുകളുടെ ആവശ്യത്തിന് വേണ്ടി ഈ ട്രസ്റ്റ് ഡീഡ് അനുസരിച്ച് കൈകാര്യം ചെയ്യാനുള്ള അധികാരം മാത്രമാണ് ട്രസ്റ്റിക്കുള്ളത്. ട്രസ്റ്റിക്ക് അബ്സല്യൂട്ട് ഓണർഷിപ്പ് അതിനകത്തില്ല. എന്നാൽ ലീഗൽ പർപ്പസസിനൊക്കെ പ്രോപ്പർട്ടി ട്രസ്റ്റിയുടെ പേരിലായിരിക്കും. ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഓണർഷിപ്പ് അല്ലെങ്കിൽ ഡ്യുവൽ ഓണർഷിപ്പ് എന്നാണ്. 2 തരത്തിലുള്ള ഓണർഷിപ്പ് ഇതിനകത്ത് നിൽക്കും. അതിനകത്ത് അപ്പോൾ റിയൽ ബെനഫിഷ്യറീസ്, ഈ പ്രോപ്പർട്ടിയുടെ ഫലം അനുഭവിക്കാൻ കഴിയുന്നത് ബെനഫിഷ്യറീസിനാണ്. പക്ഷേ അവരുടെ പേരിൽ ടൈറ്റിൽ ഡീഡ് ഉണ്ടാവില്ല. ഞാനിപ്പോൾ കോഴിക്കോട് ജില്ലയിലെ പാവപ്പെട്ട ഇത്ര വരുമാനത്തിന് താഴെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് എന്ന് പറഞ്ഞിട്ടൊരു ട്രസ്റ്റ് ഉണ്ടാക്കി. എന്നിട്ട് എക്സിനെ ആ ട്രസ്റ്റി ആക്കി വെച്ചു, അല്ലെങ്കിൽ ഒരു ബോർഡ് ഓഫ് ട്രസ്റ്റീസിനെ ട്രസ്റ്റി ആക്കി വെച്ചു. അവരുടെ പേരിലേക്ക് എൻ്റെ സ്വത്തുക്കൾ, ഇപ്പോൾ ഒരു 10 ഏക്കർ സ്ഥലം ഉണ്ടെന്ന് വിചാരിക്കും, അതൊക്കെ ഞാൻ എഴുതി കൊടുത്ത് അതിൽ നിന്ന് പ്രോപ്പർട്ടി അതിനുള്ള വരുമാനം ഉപയോഗിക്കാമെന്നൊക്കെ പറയുന്നു. ഈ പറഞ്ഞ ഇതിനകത്ത് ബെനഫിഷ്യറീസ് ആയിട്ട് വരുന്ന ആരുടെ പേരിലും ഈ സ്ഥലമില്ല. സ്ഥലമുള്ളത് ഈ ബോർഡ് ഓഫ് ട്രസ്റ്റീസിൻ്റെയോ ട്രസ്റ്റിയുടെയോ പേരിലാണ്. എന്നാൽ അവർക്ക് ഈ പ്രോപ്പർട്ടി സൗകര്യം പോലെ ഉപയോഗിക്കാനാവില്ല. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ട്രസ്റ്റ് ഡീഡ് അനുസരിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ഈ ട്രസ്റ്റ് ബെനഫിഷ്യൽ ഓണർഷിപ്പിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതൊരു ഡ്യൂപ്ലിക്കേറ്റ് ഓണർഷിപ്പിൻ്റെ, ഡ്യുവൽ ഓണർഷിപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ട്രസ്റ്റ് ബെനഫിഷ്യൽ ഓണർഷിപ്പ്. അടുത്ത ഒരു വ്യത്യാസം അബ്സല്യൂട്ട് ഓണർഷിപ്പും ലിമിറ്റഡ് ഓണർഷിപ്പും തമ്മിലുള്ളൊരു വ്യത്യാസമാണ്. അബ്സല്യൂട്ട് ഓണർഷിപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ എല്ലാ തരത്തിലുള്ള അവകാശങ്ങളും, ഫ്രാഗ്മെൻ്ററി റൈറ്റുകൾ മുഴുവനുള്ള യാതൊരുവിധ റെസ്ട്രിക്ഷനും ലിമിറ്റേഷനും ഇല്ലാത്ത ഓണർഷിപ്പിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് ഓണർഷിപ്പ് എന്ന് പറയാം. എന്നാൽ ലിമിറ്റഡ് ഓണർഷിപ്പ് എന്ന് പറയുന്നത് ചില ആസ്പെക്റ്റുകളിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ഓണർഷിപ്പുകളെയാണ്. അത് ആ എസ്റ്റേറ്റ്, ലിമിറ്റഡ് എസ്റ്റേറ്റ് എന്ന് പറയും. ലിമിറ്റഡ് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അത് ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് അബ്സല്യൂട്ട് ഓണർഷിപ്പ് അല്ല, പൂർണ്ണമായ അവകാശമില്ല, ചില ലിമിറ്റേഷൻസ്, റെസ്ട്രിക്ഷൻസ് അതിലുണ്ട് എന്നുള്ളതാണ്. നല്ല പ്രാക്ടിക്കൽ ഉദാഹരണം പറയാനാണെങ്കിൽ നമ്മളുടെ നാട്ടിൽ പലപ്പോഴും ഉണ്ടാകുന്ന തരത്തിലുള്ളതാണ്. അച്ഛനും ഇങ്ങനെ എഴുതി വെച്ചു എന്ന് വിചാരിക്കുക, അമ്മയുടെ കാലത്തോളം അമ്മയ്ക്ക്, അമ്മയുടെ കാലശേഷം ഏക മകനായ എനിക്ക് എന്ന രൂപത്തിലാണ് അച്ഛൻ പ്രോപ്പർട്ടി എഴുതി വെച്ചിട്ടുള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ അമ്മയ്ക്ക് അമ്മയുടെ കാലത്തോളം ഉപയോഗിക്കാനുള്ള അവകാശമുണ്ട്. അമ്മയുടെ കാലശേഷം പ്രോപ്പർട്ടി പൂർണ്ണമായിട്ടും എനിക്ക് കിട്ടും. അപ്പം എൻ്റെ അവകാശം എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ഓണർഷിപ്പാണ്, പൂർണ്ണ അവകാശമാണ്. പക്ഷേ അമ്മയുടെ കാലശേഷമേ കിട്ടുള്ളൂ. അമ്മയ്ക്കാണെങ്കിലോ ലൈഫ് ടൈമിലേക്ക് അത് കൈവശം വെക്കാനും ഉപയോഗിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ അമ്മയ്ക്ക് അത് വിൽക്കാൻ കഴിയില്ല. കാരണം ഈ പ്രോപ്പർട്ടിയുടെ ആത്യന്തികമായിട്ടുള്ള അവകാശം പിന്നെ എന്നിലേക്ക് വരേണ്ടതാണ്. അമ്മയ്ക്ക് വേണമെങ്കിൽ വിൽക്കാം, പക്ഷേ അമ്മയുടെ കാലശേഷം അത് തിരിച്ചു വരും. അപ്പോൾ ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ ഇത് ലിമിറ്റഡ് എസ്റ്റേറ്റാണ്. ഇതിനെ ലൈഫ് എസ്റ്റേറ്റ് എന്ന് പറയും. ലൈഫ് എസ്റ്റേറ്റ്, ലൈഫ് ടൈമിലേക്ക് മാത്രമുള്ള അവകാശം.
ലൈഫ് ടൈമിലേക്ക്, ജീവിതകാലത്തേക്ക് മാത്രമുള്ള അവകാശം. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഒരുപാട് തരത്തിൽ പ്രോപ്പർട്ടികൾ എഴുതാറുണ്ട്. അമ്മയുടെ കാലത്തോളം അമ്മയ്ക്ക്, അമ്മയുടെ കാലശേഷം മൂത്ത മകന് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോപ്പർട്ടികൾ എഴുതാറുണ്ട്. അങ്ങനെ എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇതുമായിട്ട് ചേർത്ത് തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. അത് വെസ്റ്റഡ് ഓണർഷിപ്പും കണ്ടിജൻ്റ് ഓണർഷിപ്പും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇപ്പം ഈ പറഞ്ഞതുപോലെ അമ്മയുടെ റൈറ്റ് വെസ്റ്റഡ് റൈറ്റാണ്. അമ്മയുടെ റൈറ്റ് എന്ന് വെച്ചാൽ ഒരു റൈറ്റ് വെസ്റ്റഡ് ആണ്, നിക്ഷിപ്തമാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം യാതൊരുവിധ കണ്ടീഷനും ഇനി ബാക്കിയില്ലാത്ത വിധത്തിൽ അപ്പോൾ തന്നെ ഉടനടി അത് വെസ്റ്റഡ് ആയതാണ്. എന്ന് വെച്ചാൽ ഒരു കണ്ടീഷനും ഇനി ഫുൾഫിൽ ചെയ്യാനില്ല എന്നാണെങ്കിൽ അത് വെസ്റ്റഡ് ആണ്, നിങ്ങൾക്ക് ഉടനടി ആ പ്രോപ്പർട്ടി കിട്ടിയിരിക്കുന്നു എന്ന രൂപത്തിലാണെങ്കിൽ അത് വെസ്റ്റഡ് ആണ്, നിക്ഷിപ്തമാണ് എന്ന് പറയാം. എന്നാൽ എന്തെങ്കിലും കണ്ടീഷൻ ഫുൾഫിൽ ചെയ്താൽ മാത്രമേ ആ പ്രോപ്പർട്ടി നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്നാണ് അച്ഛൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ, അച്ഛൻ പറയുകയാണ് മൂത്ത മകനായിട്ടുള്ള എനിക്ക് കിട്ടും, പ്രൊവൈഡഡ് അച്ഛൻ പറഞ്ഞേക്കുന്ന ഒരു കാര്യം ചെയ്യണം, അമ്മയെ മെയിൻറ്റെയിൻ ചെയ്യണം, അമ്മയ്ക്ക് മെയിൻ്റനൻസ് ഇത്ര രൂപ വെച്ച് കൊടുക്കണം, അങ്ങനെയാണെങ്കിൽ അമ്മയുടെ കാലശേഷം പ്രോപ്പർട്ടി കിട്ടും എന്നൊക്കെ പറയാം. അപ്പോൾ അമ്മയുടെ കാലശേഷം പ്രോപ്പർട്ടി എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പണി ചെയ്തിട്ടുണ്ടാവണം, അച്ഛൻ പറഞ്ഞ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഇത്തരത്തിൽ കണ്ടീഷണലായി സബ്ജക്റ്റ് ടു സർട്ടൺ കണ്ടീഷൻസ് ആണ് കിട്ടുന്നതെങ്കിൽ അതിനെ കണ്ടിൻജൻ്റ് ഓണർഷിപ്പ് എന്ന് പറയും. അപ്പോൾ കണ്ടിൻജൻ്റ് ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ കണ്ടീഷണൽ ഓണർഷിപ്പാണ്. ആ കണ്ടീഷണൽ ഓണർഷിപ്പ് നമുക്ക് വന്നു ചേരുവാൻ ചില തടസ്സങ്ങളുണ്ട്, ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാനുണ്ട്. ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്ന മുറയ്ക്ക് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. യാതൊരു കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യാനില്ലാതെ അബ്സല്യൂട്ടായി ഇപ്പോൾ തന്നെ നമുക്ക് ലഭ്യമായതാണെങ്കിൽ, നമ്മളിൽ നിക്ഷിപ്തമായി കഴിഞ്ഞതാണെങ്കിൽ ആ റൈറ്റിനെ നമുക്ക് വെസ്റ്റഡ് ഓണർഷിപ്പ് എന്ന് പറയാം. വെസ്റ്റഡ് ഓണർഷിപ്പിൻ്റെ ഒരു പ്രത്യേകത, വെസ്റ്റഡ് ഓണർഷിപ്പ് ആൾ മരിച്ചാൽ ലീഗലൈസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും, അത് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും എന്ന് പറയുന്നതാണ് ശരി. ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും, അഥവാ അത് ഹെറിറ്റബിളാണ്. വെസ്റ്റഡ് ഓണർഷിപ്പ് ഹെറിറ്റബിളാണ്, ട്രാൻസ്ഫറബിളാണ്, അതൊരു ഡിഗ്രി എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ വ്യത്യസ്ത തരത്തിൽ അതേത് പ്രോപ്പർട്ടിയും എന്നതുപോലെ കൈകാര്യം ചെയ്യാൻ പറ്റും. എന്നാൽ കണ്ടിജൻ്റ് ഓണർഷിപ്പ് ആ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്നതിന് മുൻപ് ലഭിക്കേണ്ട ആൾ മരിച്ചു പോയാൽ പിന്നെ ലഭിക്കില്ല, അയാൾക്ക് ആ കണ്ടീഷൻ പിന്നെ ഫുൾഫിൽ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആ നിലയ്ക്ക് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്നത് എന്തെങ്കിലും വിധത്തിൽ തടസ്സപ്പെടുക, ഇനി ഇപ്പോൾ ആ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത വിധം ആയി മാറി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ എക്സിൻ്റെ വിവാഹ സമയത്ത് പ്രോപ്പർട്ടി കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എക്സിൻ്റെ വിവാഹ സമയത്ത് പ്രോപ്പർട്ടി വൈക്ക് കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിവാഹത്തിന് മുൻപേ എക്സ് മരിച്ചുപോയി, അതോടെ ആ കണ്ടീഷൻ തീർന്നു. ഇനി ആ കണ്ടീഷൻ ഒരിക്കലും ഫുൾഫിൽ ചെയ്യാൻ കഴിയില്ല, കാരണം എക്സിൻ്റെ വിവാഹ സമയത്താണ് വൈക്ക് കിട്ടേണ്ടത്. എക്സ് വിവാഹത്തിന് മുൻപേ മരിച്ചു പോയാൽ ആ കണ്ടീഷൻ ഇനി ഫുൾഫിൽ ചെയ്യാൻ കഴിയില്ല, അതോടുകൂടി ആ റൈറ്റ് തീർന്നു, അതിനി ഒരിക്കലും സംഭവിക്കില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് വെസ്റ്റഡ് ഓണർഷിപ്പ്, കണ്ടിജൻ്റ് ഓണർഷിപ്പ് എന്നൊക്കെയുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഓണർഷിപ്പുകളുണ്ട്. ഓണർഷിപ്പിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് പറയാൻ പറ്റും. ഞാൻ പക്ഷേ ഇപ്പോൾ സൂചിപ്പിച്ചത് പ്രാഥമികമായ ഒരു ധാരണ. ഈ വീഡിയോകളുടെ ഉദ്ദേശം കഴിഞ്ഞ കുറച്ച് വീഡിയോകളായി റൈറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ അടിസ്ഥാന ആശയങ്ങളെക്കുറിച്ചുള്ള പ്രാഥമികമായ ധാരണ നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങളിൽ ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ടും, ഇതൊക്കെ ലീഗൽ സിസ്റ്റത്തിലെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള, ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ചില ഐഡിയാസാണ്, ചില കോൺസെപ്റ്റ്സ് ആണ് എന്നുള്ളത് കൊണ്ടുമാണ് ഈ ധാരണ നമുക്ക് പ്രാഥമികമായും ഏറ്റവും ആദ്യമായിട്ട് വേണം. അത് ഏറ്റവും ലളിതമായ രൂപത്തിൽ പറയാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇനി അങ്ങോട്ടേക്ക് നമുക്ക് വിഷയങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് മാറാം. അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.